ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലെഗ്രാൻഡിൻ്റെ മാരീസ് എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതായത് രണ്ട് സ്വിച്ചും രണ്ട് ടു വേ സ്വിച്ചും രണ്ട് പവർ പ്ലഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഊരിയിടുന്നതിന് സിസ്റ്റം വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. 6 മോഡ്യൂളിൻ്റെ ഷീറ്റും അതുപോലെ തന്നെ രണ്ട് പവർ പ്ലഗും രണ്ട് പവർ ടു വേ ആണ് കൊടുത്തിരിക്കുന്നത്. 16 ആംസിൻ്റെ രണ്ട് ടു വേ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത്രയും ലോഡ് കാര്യങ്ങൾ ഇൻവെർട്ടറിൽ മൊത്തം ലോഡ് വരുന്നതുകൊണ്ടാണ് രണ്ട് പവർ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചാർജിങ് സെക്ഷനും റൈറ്റ് സൈഡിലുള്ളത് പ്ലഗ് ഉള്ളത് ചാർജിങ് സെക്ഷനും ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിനുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമൽ ലെവലിൽ ഒരു ഇൻഫേസ് ന്യൂട്രൽ എർത്ത്, അതായത് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് വരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ഇൻവെർട്ടറിൻ്റെ ഔട്ട്, അങ്ങനെ 4 വയറാണ് നമ്മൾ വലിക്കുന്നത്. ഇതെല്ലാം വലിച്ചിരിക്കുന്നത് 2.5 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് ന്യൂട്രൽ എർത്ത് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് 2.5 കൊടുത്തിരിക്കുന്നു. അതിൽ 1.5 എർത്ത് മാത്രം 1.5 കൊടുത്തിട്ടുള്ളൂ വയറ്. ബാക്കി ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത് 2.5 മഞ്ഞ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് വയർ വന്നിരിക്കുന്ന എർത്ത് വയർ നമ്മൾ റൈറ്റ് സൈഡ് പ്ലഗിലും ചാർജിങ്ങിന് വേണ്ടി കൊടുത്തു. അതുപോലെ തന്നെ ന്യൂട്രലും ചാർജിങ് സെക്ഷനിലെ റൈറ്റ് സൈഡിലുള്ള പ്ലഗിൽ ലെഫ്റ്റ് സൈഡിൽ ആ പോളിലേക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് മാത്രമേ എർത്തും ഫേസും കാര്യങ്ങളും ആവശ്യമുള്ളൂ. പിന്നെ താഴത്ത് നോക്കുക, രണ്ട് ടു വേ സ്വിച്ച് നമ്മൾ ലിങ്ക് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഒരു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ താഴത്തെ പോളിലേക്കാണ് അതിൻ്റെ കണക്ഷൻസ് നടക്കുന്നത്. അതിപ്പോൾ നമ്മൾ ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുക, രണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊന്ന് നോക്കാം. രണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ KCBയിൽ നിന്നുള്ള ആ റെഡ് വയർ വന്നിരിക്കുന്നത് KCBയിൽ നിന്നാണ്. കണ്ടോ, രണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിടാം. അതായത് ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ഉള്ള സമയത്ത് നമ്മൾ രണ്ട് ഓഫ് ചെയ്തിടാം, ബൈപ്പാസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റെഡ് സ്വിച്ച് KCBയിൽ നിന്ന് വന്നിട്ട് ഇതിലേക്ക് വന്നു, അതിലേക്ക് കയറി നേരെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് ആ മഞ്ഞ വയർ വഴി നേരെ ഔട്ട് പോകുന്നു. അതായത് നമ്മൾ ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൾറെഡി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മതി, ആ വരുന്ന KCBയുടെ ലൈൻ ബൈപ്പാസ് ചെയ്ത് കയറിപ്പോവും. ഇനി ഇൻവെർട്ടർ വയ്ക്കുന്ന അവസ്ഥയിൽ രണ്ട് സ്വിച്ചും ഓണാക്കുക. രണ്ട് സ്വിച്ച് ഓണാക്കുമ്പോൾ KCBയുടെ ലൈൻ ആ സെൻട്രൽ പോളിലേക്ക് വന്നു. അപ്പോൾ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് മുകളിലെ പോളിലേക്ക് വന്നതിന് ശേഷം ചാർജിങ് സെക്ഷനിലേക്ക് പോകുന്നു. ഇൻവെർട്ടർ ചാർജ് ആവുന്നു. ഇൻവെർട്ടർ ചാർജ് ആയതിനു ശേഷം ഇൻവെർട്ടറിൻ്റെ ചാർജിങ് ഔട്ട് വരുന്നത് ലെഫ്റ്റ് സൈഡിലെ പ്ലഗിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പ്ലഗിലേക്ക് വരുന്നു. ലെഫ്റ്റ് സൈഡിലെ പ്ലഗിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് നേരെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് ആ മഞ്ഞ വയർ നിങ്ങൾ കാണാൻ പറ്റും. ആ മഞ്ഞ വയർ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ആ മഞ്ഞ വയർ വഴി നേരെ DBയിലേക്ക് പോകുന്നു. DBയിൽ കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ MCB കൊടുത്തിരുന്ന MCB വഴി എല്ലാ ഇൻവെർട്ടർ സെക്ഷനിലേക്കും പോകുന്നു. ഇതാണ് സിമ്പിൾ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇടിവെട്ടോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇൻവെർട്ടർ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയിടാം. രണ്ട് സ്വിച്ചും ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഊരിയിടണമെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഈ രണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആണെങ്കിൽ കൂടിയും അത് ബൈപ്പാസ് ചെയ്ത് കയറിപ്പോകും. അതായത് സാധാ KCB വരുന്നത് ബൈപ്പാസ് ചെയ്ത് നേരെ ഇൻവെർട്ടർ ലൈനിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആണെങ്കിലും എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രണ്ട് സ്വിച്ച് വെച്ചിട്ട്, ഈ 2 വേ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇടിവെട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ വേറെ ചെയ്യേണ്ട. ഇനിയിപ്പോൾ ഇൻവെർട്ടർ ഓഫ് ചെയ്തെടുക്കുക. ഇൻവെർട്ടർ ഓഫ് ചെയ്തതിന് ശേഷം ആ രണ്ട് സ്വിച്ച് ഓഫ് പൊസിഷനിലിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്ത് കയറിപ്പോൾ ഇൻവെർട്ടറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഊരിയിടണമെങ്കിൽ സിമ്പിളായിട്ട് ഊരിയിടുക. ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ആ രണ്ട് പ്ലഗ്, ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന രണ്ട് പ്ലഗ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ആയിട്ട് ഇൻവെർട്ടറിനും സേഫ്റ്റിയായി ഈ കാര്യങ്ങളൊന്നും ഇൻവെർട്ടറിനും ഏർക്കാതെ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.